89 വരെ സമസ്ത കേരള സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1996 മുതൽ 2004 വരെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. 1987 കേരള ഹജ്ജ് കമ്മിറ്റി അംഗം, അറബി പാഠപുസ്തക പരിശോധന കമ്മിറ്റി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ശേഷം സമസ്തയിലുണ്ടായ ചില പ്രശ്നങ്ങളാൽ 1989 സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അന്നു മുതൽ സമസ്ത കേരള സുന്നി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 1993 അഖിലേന്ത്യാ സുന്നി ജമിഅത്തുൽ ഉലമ നിലവിൽ വന്നപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയായി. 1993 തന്നെ കോഴിക്കോടിന്റെ സംയുക്ത ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടു. 2019 ഡൽഹിയിൽ നടന്ന ഗരീബ് നവാസ് സമാധാന സമ്മേളനത്തിൽ മുസ്ലിം പണ്ഡിതർ അദ്ദേഹത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിച്ചു. സുന്നി സൂഫി ധാരയിലെ വ്യത്യസ്ത മദ്ഹബുകളിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ജനതകളുടെ പരമോന്നത നേതാവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നതാണ് പ്രഖ്യാപനം. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിലെത്തുന്നത്. കൂടാതെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, സുന്നി യുവജന സംഘം സുപ്രീം കൌൺസിൽ അധ്യക്ഷൻ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ്, മർകസു സഖാഫത്തി സുന്നിയ ജനറൽ സെക്രട്ടറി, കേരളത്തിലെ 4 ജില്ലകളുടെ സംയുക്ത ഖാദി പദവി തുടങ്ങിയ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. ജോർദാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റോയൽ അൽബൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട്, മുസ്ലിം വേൾഡ് ലീഗ് തുടങ്ങിയ ലോക സംഘടനകളിൽ അംഗമാണ് എപി ഉസ്താദ്. ലോകത്തെ പ്രധാന മുസ്ലിം നേതാക്കളെല്ലാം അംഗമായ ഇതേ സംഘടനയുടെ പ്രതിനിധി മെമ്പറുമാണ് കാന്തപുരം ഉസ്താദ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ നിരവധി അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായും എപി ഉസ്താദിന് വ്യക്തിബന്ധമുണ്ട്. ജോർദാനിലെ അമ്മാൻ ദി റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജി സ്റ്റഡീസ് സെന്റർ പ്രസിദ്ധീകരിച്ച 2010 മുതൽ 2020 കാലയളവിൽ ലോകത്തെ സ്വാധീനിച്ച 500 മുസ്ലിം വ്യക്തികളിൽ ഒരാളായി കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ പ്രദേശത്ത് നിന്നാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് തുടക്കമിട്ടത്. അനാഥാലയങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, ശരീഅത്ത്, ഖുർആൻ പഠന കേന്ദ്രം, എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അന്തർദേശീയ പാഠശാലകൾ, വനിതാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, സാന്ത്വന കേന്ദ്രങ്ങൾ, വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന മർകസു സഖാഫത്തി സുന്നിയ എന്ന പ്രശസ്ത സ്ഥാപനത്തിന്റെ സൂത്രധാരനും സ്ഥാപകനും സ്ഥാപിത കാലം മുതൽ ജനറൽ സെക്രട്ടറിയുമാണ് കാന്തപുരം ഉസ്താദ്. ആയിരക്കണക്കിന് പള്ളികളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മർകസിന് കീഴിൽ കേരളത്തിന് അകത്തും പുറത്തുമായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ അനേകം സ്ഥാപനങ്ങളുടെ ഉപദേശകൻ, ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നു. ഒട്ടേറെ സുന്നി പോഷക സംഘടനകൾ, സുന്നി പ്രസിദ്ധീകരണങ്ങൾ, സുന്നി മുഖപത്രമായ സിറാജ് ദിനപത്രം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളും കാന്തപുരം ഉസ്താദിന് കീഴിലാണ്. അനേകം മഹല്ലുകളുടെ ഖാദിയാണ് എപി ഉസ്താദ്. എപി ഉസ്താദ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന പ്രവർത്തന മണ്ഡലമാണ് വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ രംഗത്തെ കാന്തപുരം ഉസ്താദിന്റെ സ്വപ്ന പദ്ധതിയായ മർകസ് നോളജ് സിറ്റി കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിൽ എന്ന സ്ഥലത്ത് 120 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നു. അനാഥകളായ വിദ്യാർത്ഥിനികളെ ദത്തെടുത്ത് വിദ്യാഭ്യാസവും ഭക്ഷണ താമസ സൗകര്യങ്ങളും നൽകുന്നതിലും അവർക്ക് ഉന്നത പഠനവും ലഭ്യമാക്കുന്നതിന് കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ വിവിധ അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭൂകമ്പം നാശം വിതച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ബംഗാൾ, ത്രിപുര, പഞ്ചാബ്, ഗുജറാത്ത്, ആസാം, ഒറീസ, ഇന്ത്യ പാക് അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ അനാഥരും ദുർബലരുമായ വിദ്യാർത്ഥിനികൾക്ക് മർകസ് പഠന സൗകര്യം നൽകുന്നുണ്ട്. നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് മർകസ് പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംഘർഷങ്ങളുടെ ഫലമായി അനാഥകളാക്കപ്പെടുകയോ പഠന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്ത കശ്മീരി വിദ്യാർത്ഥികളെ മർകസിന് കീഴിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നു. മർകസിന് കീഴിൽ വിദേശ രാഷ്ട്രങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ എപി ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി യുവജന സംഘത്തിന് കീഴിൽ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്കായി സാന്ത്വനം എന്ന ഉപവിഭാഗം പ്രവർത്തിക്കുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സൗജന്യ വളണ്ടിയർ സേവനം, ഉപകരണങ്ങൾ സമർപ്പിക്കൽ, ആംബുലൻസ് സർവീസ്, സൗജന്യ മരുന്ന് ഭക്ഷണ വിതരണം, പ്രാദേശികമായി മെഡിക്കൽ ഉപകരണങ്ങളും വളണ്ടിയർ സേവനം നൽകുന്ന മെഡിക്കൽ ക്ലിനിക്കുകൾ, സാന്ത്വനം ക്ലബ്ബുകൾ എന്നിവ സംസ്ഥാനത്തെ 2000-ലധികം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മതരംഗത്ത് സേവനം ചെയ്യുന്നതോടൊപ്പം സാമൂഹിക സേവനവും കാന്തപുരം ഉസ്താദ് നിർവഹിക്കുന്നു. മതേതര പൊതുമണ്ഡലത്തിൽ ഇടപെടാറുള്ള ഒരു മുസ്ലിം നേതാവാണ് എപി ഉസ്താദ്. ഇന്ത്യയിൽ പിന്നോക്കം നിൽക്കുന്ന വിവിധ മേഖലകളിൽ സേവന ദൗത്യവുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന മർകസ് ആസാമിലും ത്രിപുരയിലും ബംഗാളിലുമെല്ലാം ദുരിതത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നുവരികയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ ഒരാളെ ഉയർത്താൻ ശ്രമിച്ചാൽ പടപ്പുകളെ കൊണ്ട് അയാളെ തകർക്കാൻ കഴിയില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാന്തപുരം എപി ഉസ്താദ്. കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒരു വീഡിയോയിൽ ഒതുക്കുക പ്രയാസകരമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകി ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൃശ്യങ്ങൾക്കും വിവരണങ്ങൾക്കും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ